ഇതിനിടക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ ഭിന്നിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് അതിശക്തമായ ഒരു സംവിധാനമായി സമസ്ത മാറി. അക്കാലത്ത് ഈ പറഞ്ഞതുപോലെ തന്നെ ഉലമാക്കൾ അവർ പറയുകയും ഉമറാക്കൾ അത് സ്വീകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു കാലമായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഈ സമുദായത്തിൽ ഐക്യമുണ്ടാകുകയും. അസ്സലാമു അലൈക്കും. വേദിയിലിരിക്കുന്ന സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റു സാദാത്യങ്ങൾ, വേദിയിലും സദസ്സിലുമിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ, സമയം വളരെ വൈകി എന്നുള്ളതുകൊണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് പ്രാസംഗികര്, നമ്മുടെ ജാഥ ക്യാപ്റ്റൻ അടക്കമുള്ള എല്ലാവരും പ്രസംഗിക്കാനുണ്ട് എന്നുള്ളത് കൊണ്ട് വിശദമായി പ്രസംഗിക്കുന്നില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമ കേരളത്തിന്റെ ചരിത്രത്തിൽ എന്താണ് മലബാറിലെ മുസ്ലിങ്ങൾക്ക് അഭിമാനമുണ്ടാക്കുന്നതിനും അവർക്ക് മാന്യമായ ജീവിതം ഒരുക്കുന്നതിനും ഈ സമുദായത്തെ ഇസ്സത്തുള്ള സമൂഹമാക്കി മാറ്റുന്നതിനും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു സംഘടനയാണ് സമസ്ത. ഒരു കാലം 1920-കൾക്ക് മുമ്പുള്ള ഒരു കാലം, നമുക്കെല്ലാവർക്കും അറിയാം. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തോട് അതിശക്തമായ പോരാട്ടം നമ്മുടെ മുൻഗാമികൾ നടത്തുന്ന കാലം. മലബാറിലെ മാപ്പിളമാർക്കെതിരായി മാപ്പിള ഔട്ട്റേജസ് ആക്ട് അടക്കമുള്ള ആക്ടുകൾ ഉണ്ടാക്കി. ബ്രിട്ടീഷുകാരോടും ജമ്മൈത്തത്തോടും പ്രതികരിക്കുന്നവർ അവരെ അറസ്റ്റ് ചെയ്യാനും ജയിലിലടക്കാനും നാടുകടത്താനും അവരുടെ സമ്പത്ത് ഏറ്റെടുക്കുന്നതിനുമൊക്കെ അധികാരമുള്ള നിയമം പാസാക്കി. അങ്ങനെ മുന്നോട്ട് പോകുന്ന കാലത്താണ് നമുക്കറിയാം ആലി മുസ്ലിയാരടക്കമുള്ള വാരിയങ്കുന്നത്തടക്കമുള്ള നേതാക്കളുടെ നേതൃത്വത്തിൽ ആളുകൾ സംഘടിച്ചുകൊണ്ട് ആത്മാഭിമാനത്തിന് വേണ്ടി പോരാട്ടം നടത്തിയത്. അതിന്റെ പരിണിത ഫലം ബ്രിട്ടീഷുകാർ മലബാറിലുള്ള മുസ്ലിങ്ങളായിരുന്ന, അതുപോലെ തന്നെ പോരാട്ടത്തിൽ മുസ്ലിങ്ങളല്ലാത്തവരായ ആളുകളും പങ്കെടുത്തിട്ടുണ്ട്. അവരെയൊക്കെ അടിച്ചമർത്തി ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളെ ജയിലിലടക്കുകയോ നാടുകടത്തുകയോ തൂക്കിലേറ്റുകയോ ചെയ്തു. വാഗൺ ട്രാജഡി അടക്കമുള്ള നിരവധി അക്രമങ്ങൾ നമ്മൾ കണ്ടു. അങ്ങനെ ഒരു സമുദായത്തെ അല്ലെങ്കിൽ മലബാറിലെ മുസ്ലിങ്ങളെ ബഹുഭൂരിപക്ഷം ആളുകളെയും അടിച്ചമർത്തുകയോ ഇല്ലാതെയാക്കുകയോ ചെയ്യുകയും തുടർന്ന് വരുന്ന ആളുകള് ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ ഇച്ഛമുണ്ടായി കഴിയുന്ന ഒരു സാഹചര്യം. ഭയം, എങ്ങ് നോക്കിയാലും ഭയം, പ്രതികരിക്കാൻ കഴിയില്ല. കടുത്ത ദാരിദ്ര്യം എല്ലാം ഇല്ലാതെയായി. യതീങ്ങളായിട്ടുള്ള ഒരുപാട് കുട്ടികൾ, ആ കുട്ടികൾക്ക് വളരാനുള്ള ഒരു സാഹചര്യമില്ല. അവരാര് നോക്കുമെന്നറിയില്ല. വിധവകളായിട്ടുള്ള ഒരുപാട് സ്ത്രീകൾ, എങ്ങനെ തുടരണം എങ്ങനെ തുടങ്ങണമെന്നറിയാത്ത ഒരു തരത്തിലേക്ക് മലബാറിലെ ഈ സമൂഹം മാറിയപ്പോ, ഒരു സമൂഹത്തെ തകർക്കാൻ, അവരെ ആത്മാഭിമാനമില്ലാതെ ആക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. രണ്ട്, അവരെ ഭിന്നിപ്പിക്കുക എന്നതാണ്. ഇതെല്ലാം ചെയ്തുകൊണ്ട് ആത്മാഭിമാനമില്ലാതെ അവരെ ഏറ്റവും ജീവിതത്തിൽ വളരെ താഴ്ന്ന സാഹചര്യത്തിലേക്ക് അവരെ മാറ്റുകയും അതോടൊപ്പം തന്നെ അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കിക്കൊണ്ട് തകർക്കാനുള്ള ശ്രമങ്ങളും നടത്തിയ സമയത്താണ് 1920-കളുടെ ആ ഘട്ടത്തിൽ ആത്മാഭിമാനമുള്ള ഒരു സമൂഹത്തെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി വരക്കൽ മുല്ലക്കോയ തങ്ങളടക്കമുള്ള നിരവധിയായിട്ടുള്ള പണ്ഡിതർ ചേർന്നുകൊണ്ട് സംഘടിത ശക്തിയായിക്കൊണ്ട് ഈ സമൂഹത്തിന് നിൽക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയത്. 1926-ൽ സമസ്ത അന്ന് രൂപീകരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ സമുദായത്തിന്റെ സ്ഥിതി എന്താകുമായിരുന്നു എന്ന് നമ്മൾ ആലോചിച്ചാൽ മതി. ഞാൻ വരുന്നത് കാരക്കാട് നിന്നാണ്. എന്റെ വല്ലിപ്പ കാരക്കാട് മാനു മുസ്ലിയാരെ പഠിപ്പിച്ച കാരക്കാട് അബൂബക്കർ മുസ്ലിയാർ ആദ്യകാലത്ത് സമസ്തയുടെ മുഷാവറ അംഗമാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്.
അന്നൊക്കെ ഞങ്ങളുടെ നാട്ടിലടക്കം ദറസുകളിലൂടെയാണ് ആളുകളെ പഠിപ്പിക്കാനും അതുപോലെ തന്നെ അത്തരത്തിൽ ഇസ്ലാമികമായ ചിട്ടകളും തത്വങ്ങളും ഒക്കെ പഠിപ്പിക്കാനും സമൂഹത്തിന്റെ ഇടയിൽ നിറഞ്ഞ് പ്രവർത്തിച്ചിരുന്നത്. ആദ്യകാല സമസ്ത അങ്ങനെയായിരുന്നു. പിന്നീട് നമുക്കറിയാം ഈ ഘട്ടത്തിൽ തന്നെ യതീം കുട്ടികളെ പഠിപ്പിക്കാനുള്ള യതീം ഖാനകൾ ഉണ്ടായി. ഓത്തുപള്ളിയിൽ മതം പഠിപ്പിച്ചിരുന്നത് പിന്നീട് മദ്രസകളിലേക്ക് മാറി. ആ മദ്രസകൾക്ക് 50കളിലും 60കളിലുമായി ഏകീകൃത സിലബസുകൾ വന്നു. ആ മദ്രസകൾക്കൊപ്പം തന്നെ ഭൗതിക വിദ്യാഭ്യാസം പഠിപ്പിക്കാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ പള്ളികൾ ഒറ്റപ്പെട്ട് വിവിധ പള്ളികളായിരുന്നിരുന്നത് മഹല്ലുകളായി മാറി. ആ മഹല്ലുകൾ കേവലം ആരാധനക്ക് മാത്രമല്ല, ആ പ്രദേശങ്ങളിലുള്ള മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്, അവരെ കൂട്ടായ്മയായി നിലനിർത്തുന്നതിന്, അങ്ങനെ അവരെ ഒരുമിപ്പിക്കുന്നതിന് വലിയ പ്രവർത്തനങ്ങൾ ആ പങ്കുവഹിച്ചു. അങ്ങനെ തുടങ്ങി നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ. ഇതിനിടക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ ഭിന്നിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് അതിശക്തമായ ഒരു സംവിധാനമായി സമസ്ത മാറി. അക്കാലത്ത് ഈ പറഞ്ഞതുപോലെ തന്നെ ഉലമാക്കൾ അവർ പറയുകയും ഉമറാക്കൾ അത് സ്വീകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു കാലമായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഈ സമുദായത്തിൽ ഐക്യമുണ്ടാകുകയും ആത്മാഭിമാനമുണ്ടാവുകയും ഈ സമുദായം, നമുക്കറിയാം ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങൾ ഏറ്റവും മാന്യമായി അഭിമാനത്തോടെ ജീവിക്കുന്ന ഈ കേരളം ഇതുപോലെയാകുന്നതിന് സമസ്ത എന്ന് പറയുന്ന ഈ സംഘടന നൽകിയ പങ്ക് ചെറുതല്ല. ഘട്ടത്തിൽ സമസ്തയുടെ ഒരുപാട് നേതാക്കൾ, ആ നേതാക്കൾ നടത്തിയ പങ്കും നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ജനസാഗരം കാണുമ്പോ ഞാൻ കേട്ടിട്ടുണ്ട് സമസ്തയുടെ 60ാം വാർഷികം ശംസുൽ ഉലമ വിരൽത്തുമ്പിൽ ജനസാഗരത്തെ നിർത്തിക്കൊണ്ട് സംസാരിച്ച കാലത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അന്ന് നമുക്കറിയാം ഈ സമുദായത്തിന്റെ ആത്മാഭിമാനം വാനോളം ഉയർന്നു നിൽക്കുന്ന, ഏറ്റവും മികച്ച രീതിയിൽ ഏത് തരത്തിൽ ഇടപെട്ടാലും ഒരൊറ്റ വാക്കിൽ ജനങ്ങളെ ഒന്നിച്ചു നിർത്തുന്ന ആ കാഴ്ചപ്പാടുണ്ടായിരുന്ന കാലമാണ്. അന്നത്തെ പ്രസംഗത്തിൽ വർഗീയതക്കെതിരെ അതിശക്തമായി ശംസുൽ ഉലമ പറഞ്ഞതായിട്ട് നമുക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ വർഗീയതക്കെതിരെയൊക്കെ പറഞ്ഞ് ഈ സമുദായത്തെ ഒന്നിച്ചു നിർത്തിയിട്ടുണ്ട്. സമസ്ത ശക്തമായി നിന്ന ഒരു കാലത്തും കേരളത്തിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടായിട്ടില്ല, മുസ്ലിങ്ങൾക്കിടയിൽ വർഗീയ ചിന്തകൾ ഉണ്ടായിട്ടില്ല എന്നതും നമ്മൾ ഓർക്കണം. സമസ്തയെക്കുറിച്ച് മറ്റു ഇതര വിഭാഗത്തിലുള്ള ആളുകൾ കുറെ ഉസ്താദുമാരുടെ സംഘടനയാണ് എന്ന് ചിലപ്പോൾ കരുതും. അങ്ങനെ മാത്രമല്ല, ഈ സമുദായത്തെ, എല്ലാ സമൂഹത്തെയും ബഹുമാനിച്ചുകൊണ്ട് എല്ലാവർക്കിടയിലും പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മൾ ആക്കുന്നതിൽ സമസ്തയുടെ പങ്ക് വലുതാണ്. ഒരു വർഗീയ ചിന്തയുമില്ലാത്ത സംഘടനയാണ്. എന്നാൽ നമ്മളെ ഭിന്നിപ്പിക്കാൻ പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. 60ാം വാർഷികത്തിന് ശേഷമുണ്ടായ പ്രശ്നങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. എന്നാൽ ഇന്ന് നമുക്കറിയാം ഈ 100ാം വാർഷികത്തിലേക്ക് കടക്കുമ്പോഴും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം പരിഹരിച്ചു പോവുകയാണ്. ആ സയ്യിദുൽ ഉലമ, നമുക്കറിയാം ശംസുൽ ഉലമയെ പോലെ ഇന്ന് ഒന്നിച്ച് ഈ സമൂഹത്തെ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോ തീർച്ചയായിട്ടും ഞാൻ ഈ 100ാം വാർഷികം ആഘോഷിക്കുന്ന അവസാനത്തെ ദിവസം കഴിയുമ്പോൾ ഞാനൊക്കെ ആഗ്രഹിക്കുന്നത് സുന്നികളെല്ലാം ഒന്നായി തീരുന്ന ഒരു മഹത്തായ ഒരു സംഭവം കൂടി വരാനിരിക്കുന്നു എന്ന ആ ഒരു സ്വപ്നം കൂടി കണ്ടുകൊണ്ടാണ് നമ്മളെല്ലാം നിൽക്കുന്നത്. തീർച്ചയായിട്ടും അതിന് സയ്യിദുൽ ഉലമക്ക് കഴിയും എന്നതിൽ സംശയമില്ല. അങ്ങനെ ഒന്നിച്ചു നിന്നുകൊണ്ട് ആത്മാഭിമാനത്തോടെ ഈ സമുദായം മുന്നോട്ട് പോകേണ്ടതുണ്ട്. നമ്മളെ ഈ വാർത്തകൾ നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് വരുന്ന എല്ലാ വാർത്തകളും ബോധപൂർവം ഉത്തരേന്ത്യയിൽ പയറ്റി തെളിഞ്ഞതുപോലെ ഈ കേരളത്തിലെ മുസ്ലിങ്ങളെയും ഭിന്നിപ്പിക്കാൻ, ഹിന്ദുക്കളെയും മറ്റു മതങ്ങളെയും ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാറ്റിലും വർഗീയത കാണുന്നവരുണ്ട്. ഓരോ വിവാദങ്ങളൊക്കെ അത്തരത്തിലേക്ക് കൊണ്ടുപോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഓരോ പത്രമാധ്യമങ്ങളും അവരുടെ റേറ്റിംഗ് വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ അറിയാതെ ഓരോ വിവാദങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആ വിവാദങ്ങൾ ചെന്നെത്തുന്നത് മനുഷ്യന്റെ മനസ്സിൽ പരസ്പരം വെറുപ്പിലേക്കാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള അപകടകരമായ ഈ കാലത്ത് തീർച്ചയായിട്ടും സമസ്തക്ക് ഈ സമൂഹത്തെ വർഗീയവൽക്കരിക്കുന്നതിനെതിരായി ശക്തമായ നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനും, ഇനി വരുന്ന നാളെയില്ല വിദ്യാഭ്യാസ മേഖലയിലും മറ്റു
മേഖലകളിലും ഒക്കെയുള്ള വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ഈ സമൂഹത്തെ മുന്നോട്ട് നയിക്കാനും കഴിയും. എല്ലാ ഭിന്നിപ്പുകൾക്കപ്പുറത്തും ഒന്നിച്ച് നിർത്തിക്കൊണ്ട് ആത്മാഭിമാനത്തോടെ ഇനിയും ഒരുപാട് കാലം ഈ സമൂഹത്തെ നയിക്കാൻ സമസ്തക്ക് കഴിയട്ടെ എന്നും അതിന് നേതൃത്വം കൊടുക്കാൻ സയ്യിദുൽ ഉലമക്ക് കഴിയട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് തീർച്ചയായിട്ടും സുന്നികളുടെ ഒരു ഐക്യം ഉണ്ടാകുമെന്ന് അതിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. ഈ ജാഥയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു.